നമസ്കാരം. നാം ഏവരും ഇപ്പോൾ വസിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ ധനം അനിവാര്യമായ ഒരു ഘടകം തന്നെയാകുന്നു. ഒരു വ്യക്തിക്ക് ബഹുമാനം ലഭിക്കുന്നത് പലപ്പോഴും ധനത്തിൻ്റെ പിന്തുണയോടെ തന്നെയാണ്. എത്ര വലിയ പണ്ഡിതൻ ആയിരുന്നാൽ പോലും ധനമില്ല എങ്കിൽ ഒട്ടുമിക്കവർക്കും പരിഹാസം തന്നെയാണ് വന്നു ചേരുക. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്കവരും കടത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകുന്നു. ലോണുകളാലും മറ്റും വലയുന്നവരാണ് പലരും. ജീവിതത്തിൽ അനേകം ദുരിതങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരുടെയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ്. ലക്ഷ്മി പ്രീതി കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സമ്പത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദേവത തന്നെയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി. അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണ് എങ്കിൽ ധനവരവ് ഇരട്ടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ചില വഴികൾ തുറക്കപ്പെടുകയും ചെയ്യും. മറഞ്ഞിരിക്കുന്ന ധനം കൂടി കൈകളിലേക്ക് വരും. അത്രമേൽ സവിശേഷമായ കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കല്ലുപ്പുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ ആദ്യം പരാമർശിക്കുന്നത്. സമുദ്ര മഥനത്തിൽ നിന്നും ദേവി അവതരിച്ചു എന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലാണ് പരാമർശിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ കടലിൽ നിന്നും ലഭിക്കുന്ന ഉപ്പ് ദേവിക്ക് പ്രിയപ്പെട്ടത് തന്നെയാകുന്നു. ഉപ്പ് പ്രത്യേകിച്ചും പോസിറ്റീവായ എനർജി പ്രദാനം ചെയ്യുന്ന ഒരു വസ്തു തന്നെയാകുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ അത് പോസിറ്റീവ് ഊർജമാക്കി മാറ്റുവാൻ പ്രത്യേകമായ കഴിവ് ഉപ്പിനുണ്ട്, പ്രത്യേകിച്ചും കല്ലുപ്പിന്. ഉപ്പിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ, അതായത് സാധാരണ ഉപ്പിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ കല്ലുപ്പാണ് നൽകുക എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ കല്ലുപ്പ് കൊണ്ട് എപ്രകാരം പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. മഞ്ഞളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഉണക്ക മഞ്ഞൾ അതീവ പ്രാധാന്യമുള്ള ഒരു വസ്തുവാകുന്നു. കാരണം ദേവീപ്രീതിക്ക് സവിശേഷമായ വസ്തുക്കളിൽ ഒന്നായാണ് മഞ്ഞളിനെ ഏവരും കണക്കാക്കുന്നത്. അതിനാൽ ആ വീടുകളിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ തന്നെ മഞ്ഞൾ വീടുകളിൽ അനിവാര്യമായ ഒരു കാര്യം തന്നെയാകുന്നു. വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് മഞ്ഞൾ. ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഉണക്ക മഞ്ഞൾ നമുക്ക് അനിവാര്യമാകുന്നു. മഞ്ഞൾ ചെടി വീടുകളിൽ നട്ടു വളർത്തുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ദേവതാപ്രീതി, ദേവീപ്രീതി ഉറപ്പാക്കുവാൻ മഞ്ഞൾ ചെടി വീടുകളിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. എവിടെ നടണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇനി അനിവാര്യമായത് വയമ്പാണ്. വയമ്പ് പലരുടെയും വീടുകളിൽ ഉള്ള വസ്തു തന്നെയാണ്. വയമ്പിന് ചില പ്രത്യേകതകളുണ്ട്. അതേക്കുറിച്ചാണ് ആദ്യമേ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജങ്ങളുണ്ട് എങ്കിൽ അത്തരം ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. വീടുകളിൽ നെഗറ്റീവ് ഊർജമുണ്ട് എങ്കിൽ നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജത്തെ കൊണ്ടുവരുവാൻ സഹായകരമാണ് വയമ്പ്. ദൃഷ്ടിദോഷത്താൽ പലരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ചിലർക്ക് ഉയർച്ച വന്ന് ചേരണം എന്നില്ല. തടസ്സങ്ങളാൽ മറ്റ് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുവാൻ വയമ്പ് ഏറ്റവും ഉത്തമമാകുന്നു. സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഒരു ചെറിയ പീസ് വയമ്പ് എടുത്ത് വയ്ക്കുക. ഇനി ആവശ്യമായിട്ടുള്ളത് ചില്ലുപാത്രമാണ്. ചില്ലുപാത്രം തന്നെ എടുക്കേണ്ടതാണ്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല. ചില്ലുപാത്രം തന്നെ ഉപയോഗിക്കുക. ചെറിയ ബോളാണ് എങ്കിൽ പോലും അത് മതി. അടച്ച് വയ്ക്കരുത് എന്ന കാര്യവും ഓർക്കുക. ആദ്യം നാം ചെയ്യേണ്ടത് വൃത്തിയായി തന്നെ കഴുകുക എന്ന കാര്യമാകുന്നു. കഴുകി
തുടച്ചെടുക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറച്ചി, അതേപോലെ മീൻ, ലഹരി വസ്തുക്കൾ എന്നിവ എടുത്ത പാത്രമാണ് എങ്കിൽ അത്തരം പാത്രങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകില്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ എപ്പോഴും ചില്ലിൻ്റെ ഒരു പാത്രം ഇത്തരം ആവശ്യങ്ങൾക്കായി മാറ്റി വയ്ക്കേണ്ടതാകുന്നു. അതായത് ഇത്തരം കർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ മാറ്റി വയ്ക്കുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇനി നാം ചെയ്യേണ്ടത്, നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ചില്ല് പാത്രത്തിൽ മഞ്ഞൾ, വയമ്പ് എന്നിവ മൂടുന്ന രീതിയിൽ ഉപ്പ് നിറയ്ക്കുക. ആദ്യം ഈ വസ്തുക്കൾ വച്ചതിന് ശേഷം, അതായത് മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ മഞ്ഞൾ, വയമ്പ് എന്നീ വസ്തുക്കൾ വച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഉപ്പ് നിറച്ചതിന് ശേഷം ഈ വസ്തുക്കൾ ഉപ്പിനുള്ളിൽ മറച്ചു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഏത് ദിവസമാണ് ചെയ്യേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ചൊവ്വ അല്ലെങ്കിൽ വെള്ളി, ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം ഏറ്റവും വിശേഷമാണ്. ഈ സമയം ആരും കാണാതെ ശുദ്ധിയോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ശുദ്ധി നിർബന്ധം തന്നെയാകുന്നു. ഇനി നാം ഏത് ദിശയിൽ വയ്ക്കണം ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. വടക്ക്, കിഴക്ക് മൂലകളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ സൂക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. എന്നാൽ ആരും പെട്ടെന്ന് കാണാത്ത രീതിയിൽ തന്നെ വയ്ക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ. എന്നാൽ മറ്റുള്ളവരോട് ഇത്തരത്തിലൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല. എത്ര ദിവസം നാം ഇപ്രകാരം വയ്ക്കണം എന്ന് കൂടി മനസ്സിലാക്കാം. 4 ആഴ്ച കഴിയുമ്പോൾ, അതായത് 4 ആഴ്ച ഇപ്രകാരം സൂക്ഷിക്കുക. അതിനുശേഷം 4 ആഴ്ച കഴിയുമ്പോൾ ഉപ്പ് ജലത്തിൽ അലിയിച്ച് കളയുക. വയമ്പ്, മഞ്ഞൾ എന്നിവ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കഴുകി എടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മഞ്ഞളും വയമ്പും വീണ്ടും ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ അവ ജലത്തിൽ ഒഴിച്ച് കളയാവുന്നതാണ്. ഇനി ജലത്തിൽ ഒഴിച്ച് കളയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ ചെടിച്ചട്ടിയിലോ കളയാവുന്നതാണ്. എന്നാൽ ചെടിച്ചട്ടി പുറത്തുള്ള ചെടിച്ചട്ടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ ഫലം ലഭിച്ചു തുടങ്ങണം എന്നില്ല. പക്ഷേ ജീവിതത്തിൽ ശുഭകരമായ ചില മാറ്റങ്ങൾ വന്നു ചേരും. ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭാഗ്യം ഇരട്ടിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനും ധനപരമായ നേട്ടങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സഹായകരമായി മാറും എന്ന കാര്യം ഓർക്കുക. പൂർണ്ണമായും വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ ലഭിക്കൂ എന്ന കാര്യവും ഓർക്കുക. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്നു ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.